നിങ്ങൾ പറഞ്ഞതെല്ലാം മാറ്റി പറയുകയാണ്. ശബരിമലയിൽ വലിയ സമ്മേളനം വിളിക്കുകയാണ്. ഇപ്പോ ആര് പറഞ്ഞിട്ടാണ് ശബരിമലയിൽ സമ്മേളനം വിളിക്കുന്നത്? നിങ്ങൾ ശബരിമലയില് വലിയ എല്ലാ ആളുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് നിങ്ങൾ ശബരിമലയെ രക്ഷിക്കാൻ വേണ്ടി സമ്മേളനം വിളിക്കുകയാണ്. നിങ്ങൾക്ക് ശബരിമല എന്നുള്ള വാക്ക് ചൊരിക്കാനുള്ള അവകാശമുണ്ടോ? ശബരിമലയിലെ തന്ത്രി കയ്യിൽ കൊടുത്ത ആ തീർത്ഥമുണ്ടല്ലോ, തീർത്ഥം താഴേക്കിട്ട് ഈ വെള്ളമൊന്നും ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞ മഹാന് സെക്കൻഡുകൾ കൊണ്ട്, ആഴ്ചകൾ കൊണ്ടാണ് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത്. എന്തിന്? കേരളത്തിലെ ജനങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ളവർ ചെറിയ രീതിയിലെങ്കിലും ബഹുമാനിച്ചിരുന്ന നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭമതി എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുള്ള, കേരളത്തിലെ സാധാരണക്കാരനും വിശ്വാസമുണ്ടായിരുന്ന രാധാകൃഷ്ണന്റെ മന്ത്രിസ്ഥാനം തെറിച്ചത് ശബരിമല ഭഗവാനെ തൊട്ട് കളിച്ചപ്പോഴാണ്. ഇപ്പോ പ്രായച്ചിത്ത പരിഹാര കർമ്മം കണ്ണൂരിലെ പിണറായിയിലെ പാറപ്പുറത്ത് നടത്താനും ശിവക്ഷേത്രങ്ങളിൽ മകളുടെ നേതൃത്വത്തിൽ തന്ത്രിമുഖ്യന്മാരെ കൂട്ടി പ്രയാണം നടത്താനുമൊക്കെ തീരുമാനിച്ച് അവസാനം ഇപ്പോ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് സമ്മേളനം വിളിക്കുമ്പോ എന്താ കരുതുന്നത്? അത് രണ്ടാംഗിലാണ്. ഒന്ന്, ശബരിമലയെ ഒരു ഭാഗത്ത് തീർത്ഥാടന കേന്ദ്രത്തെ കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് എങ്ങനെ ചെയ്യണം, അത് വിൽക്കാൻ സാധിക്കുമോ എന്ന് ഇതിനകത്തുള്ള ശശിയും ഗാങ്ങും ആലോചിക്കുകയാണ്. പിണറായി വിജയനോട് കുടുംബത്തിലുള്ളവർ പറയുന്നത് അതല്ല. എന്താണ്? ഇനിയെങ്കിലും നല്ല രീതിയിൽ കുടുംബം ഒന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടത്തെ ജ്യോതിഷ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പ്രായച്ചിത്ത കർമ്മം ചെയ്യണമെന്ന് ഒരു ഭാഗത്ത് പറയുകയാണ്. അധികാരത്തിൽ അങ്ങനെ അള്ളിപ്പിടിച്ചിരുന്നുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തുന്ന ഈ ഭഗീരഥ പ്രയത്നങ്ങളുടെ പരിണിതഫലമായിട്ട് വലിയ സമ്മേളനം ശബരിമലയിൽ നടക്കും. എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇവിടുത്തെ പോലീസ് അധികാരികളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കെതിരെ വലിയ പോരാട്ടമൊക്കെ നടത്തി കൂടുതൽ ആളുകളെ രംഗത്തിറക്കി ഞങ്ങളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമരം നടത്തുന്ന പരിപാടി മാത്രമായിട്ട് ഒതുങ്ങും എന്ന് ധരിക്കണ്ട. എന്താണെന്നറിയുമോ? ഞങ്ങളുടെ കയ്യിൽ പുസ്തകമുണ്ട്, ഞങ്ങളുടെ കയ്യിലും പേനയുണ്ട്. നിങ്ങളിൽ പലരുടെയും ജീവചരിത്രം എഴുതി സൂക്ഷിക്കാൻ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തിയുണ്ട്, കഴിവുണ്ട്. സേനയ്ക്കകത്ത് 10,000-ലധികം വരുന്ന റിക്രൂട്ട്മെന്റുകൾ നടന്നു. നമ്മളാരും വലിയ രീതിയിൽ അറിഞ്ഞില്ല. ആ 10,000-ലധികം വരുന്ന റിക്രൂട്ട്മെന്റുകളിൽ ആകെ 60,000 പേരല്ലേ ഉള്ളൂ കേരള പോലീസിൽ. 60,000 പേരുള്ള കേരള പോലീസിന് 3.5 കോടി ജനങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇങ്ങനെ നോക്കുകയായിരുന്നു, എന്താണ് കേരള പോലീസിനെ കുറിച്ചുള്ള അവർക്കുള്ള വിജയമന്ത്രം? എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അതിങ്ങനെയാണ്: മൃദുഭാവേ ധൃതകൃത്യേ. ഇതാണ് പോലീസിന്റെ മുദ്രാവാക്യം. അതായത് മൃദു സ്വഭാവം, ഉറച്ച പ്രവർത്തനം. അതാണ് പോലീസിന്റെ മുദ്രാവാക്യം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഓരോരുത്തർക്കും ഓരോ മുദ്രാവാക്യങ്ങളുണ്ട്. ആ നീതിക്കനുസരിച്ചാണ്, ഭരണഘടനയ്ക്കനുസരിച്ചാണ് പോലീസ് അധികാരികൾ മുന്നോട്ട് പോകേണ്ടത്. മൃദുഭാവേ ധൃതകൃത്യേ. മൃദു സ്വഭാവവും ഉറച്ച പ്രവർത്തനവും ഉണ്ടാകേണ്ട കേരളത്തിലെ പോലീസ് ഇന്ന് ക്രൂര സ്വഭാവവും കൂടുതൽ അഴിമതിയുമായിട്ട് കേരളത്തിന്റെ മണ്ണിൽ മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും നല്ല കഴിവും പ്രാപ്തിയുമുള്ള പോലീസ് അധികാരികളുള്ള കേരളത്തിന്റെ പോലീസ് സേനയെ ഇത്ര കണ്ട് അധപ്പതിപ്പിക്കാൻ വേണ്ടി പരിശ്രമം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഉപദേശക സമിതി ഉണ്ടല്ലോ, ആ ഉപദേശക സമിതി, കണ്ണൂർ ഉപദേശക സമിതിയെ പിരിച്ചുവിടാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ നിയമം പരിരക്ഷിക്കേണ്ട ബാധ്യതയൊന്നും ഇവിടുത്തെ പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള സൂചന നൽകാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഞങ്ങള് വേറെ ചില ജോലികളിലാണ്. ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് കേരളത്തിലെ ജനം വരാൻ പോകുന്ന നാളുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാദേശിക ഭരണകൂടങ്ങളെ സൃഷ്ടിക്കാൻ അതിന്റെ ശക്തമായിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.